ദ ഓസ്കാർസ്. അമേരിക്കയിലെ കറുത്തവൻ്റെ കഠിനജീവിതം ആവിഷ്കരിച്ച ബാരി ജെൻകിൻസിൻ്റെ മൂൺലൈറ്റ് മികച്ച സിനിമയ്ക്കുള്ള ഓസ്കാർ പുരസ്കാരം നേടി. 14 നാമനിർദ്ദേശം നേടി ഓസ്കാർ മത്സരത്തിൽ മുന്നിൽ നിന്ന സംഗീത നൃത്തസാന്ദ്രമായ ലാ ലാ ലാൻഡ് മികച്ച സംവിധായകൻ, നടി എന്നിവ അടക്കം 6 പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. ലാ ലാ ലാൻഡിൻ്റെ സംവിധായകൻ ഡേമിയൻ ഷസെൽ മികച്ച സംവിധായകനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി. അദ്ദേഹത്തിൻ്റെ പ്രായം 32 വയസ്സ്. കറുത്ത വർഗക്കാരായ 7 പേർക്കാണ് ഇത്തവണ ഓസ്കാർ പുരസ്കാരം നൽകിയത്. കഴിഞ്ഞ വർഷം ആരും തന്നെ ഇല്ലായിരുന്നു. മൂൺലൈറ്റിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയ മഹേർഷല അലി അക്കാദമി അവാർഡ് നേടുന്ന ആദ്യ മുസ്ലിം നടനായി. ഫെൻസസിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നേടിയത് വയോള ഡേവിസ് ആണ്. ഏക ഇന്ത്യൻ പ്രതീക്ഷയായിരുന്ന ദേവ് പട്ടേലിന് പുരസ്കാരം നേടാനായില്ല. സഹനടൻ്റെ കാറ്റഗറിയിലാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നത്. അദ്ദേഹം അഭിനയിച്ച സിനിമ ലയൺ മികച്ച വിദേശ ഭാഷാ ചിത്രമായി ഇറാനിൽ നിന്നുള്ള ദ സെയിൽസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ വർഷത്തിലെ ഓസ്കാറിലെ മികച്ച നടിക്കുള്ള അവാർഡ് ലാ ലാ ലാൻഡിലെ അഭിനയത്തിന് എമ്മ സ്റ്റോൺ കരസ്ഥമാക്കി. മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് മാഞ്ചസ്റ്റർ ബൈ ദ സീയിലെ അഭിനയത്തിന് കേസി അഫ്ലെക്ക് സ്വന്തമാക്കി.